ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻഗ്ലക്സ് സാറിന്റെ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് നോക്കാം. ദ നഴ്സ് ഇസ് കെയറിംഗ് ഫോർ എ ക്ലയന്റ് വിത്ത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഹു ഇസ് റിസീവിംഗ് ലാക്ടുലോസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫൈൻഡിങ്സ് വുഡ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മെഡിക്കേഷൻ ഹാസ് ബീൻ എഫക്റ്റീവ്? Improved mental status, looser consistency of stool, reduced abdominal distension, increased serum potassium level. സോ ഒരു ക്ലയൻറ്റിന് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ഉണ്ട്, ആ ക്ലയൻറ്റിന് ലാക്ടുലോസും കിട്ടുന്നുണ്ട്. ഓക്കെ, നൗ ഈ മെഡിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു ഫൈൻഡിങ് ഇതിലേതാണെന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ മെൻ്റൽ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മെഡിക്കേഷൻ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഓക്കെ, അടുത്തത് സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആയി കഴിഞ്ഞാൽ ഈ മെഡിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ആണോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അടുത്തത് അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കുറയുവാണോ ചെയ്യുക, ഓർ സെറം പൊട്ടാഷ്യം ലെവൽ കൂടുമോ? ഓക്കെ, സോ ഇതിൽ ഏത് ഫൈൻഡിങ് ആണ് ഈ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് മെഡിക്കേഷൻ്റെ എഫക്റ്റീവ്നെസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കണം. സോ ലാക്ടലോസ് എന്ന ഡ്രഗിന് പല ഇൻഡിക്കേഷൻസ് അല്ലെങ്കിൽ പല യൂസസ് കാണും, പല ബെനിഫിറ്റ്സ് കാണും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക. അതും ഈ ലാക്ടലോസും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം, കണക്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ലാക്ടലോസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന കണ്ടീഷനെ അതെങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ഈ സിംറ്റംസ് അല്ലെങ്കിൽ ഈ ഇൻഡിക്കേഷൻസ് വെച്ചിട്ട് ഇതിനെല്ലാം കണക്ട് ചെയ്യാനും പറ്റണം. ഇത്രയും കണക്ട് ചെയ്ത് ഇതിൻ്റെ എല്ലാം റിലേഷൻ മനസ്സിലാക്കിയാൽ നമുക്ക് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇതെല്ലാം കണക്ട് ചെയ്ത് ഇതിൻ്റെയൊക്കെ റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിനെ നമ്മൾ ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമലി നമ്മൾ തിയറി പഠിക്കുന്ന സമയത്ത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്താണ്, ലാക്ടലോസ് എന്താണ് എന്നൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് അല്ലെങ്കിൽ എൻഗ്ലക്സിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ തിയറി പഠിക്കാറില്ല. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ആൻസറിലോട്ട് എത്തേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എങ്ങനെ തിയറിയിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങൾ തിയറി പഠിക്കുന്ന രീതിയൊക്കെ ശരിയാണോ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സോ ഞാൻ ആദ്യം ഇവിടെ പറയാൻ പോകുന്നത് എന്താണ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്നുള്ളതാണ്. ഓക്കെ, സോ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെപ്പാറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം ലിവർ എന്നാണ് അല്ലേ. എൻസെഫലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് എന്നാണ്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർ, എൻസെഫലോപ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിൻ ഡാമേജ്. ഓക്കെ, സോ നമ്മുടെ ലിവറിന് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജോ ഫെയിലിയറോ ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ ലിവറിന് നോർമലി ചെയ്യുന്ന ഒരു ഫങ്ഷൻ, അതായത് ടോക്സിൻസ് ബോഡിയിൽ നിന്ന് ഫിൽട്ടർ ഔട്ട് ചെയ്യുക എന്നുള്ളത് ലിവർ ചെയ്യുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ ടോക്സിൻസ് ഫിൽട്ടർ ചെയ്യുക എന്നുള്ള ലിവർ ചെയ്യുന്ന ആ ഒരു ഫങ്ഷൻ ലിവർ ഫെയിലിയർ കൊണ്ടോ ലിവർ ഡാമേജ് കൊണ്ടോ നടക്കുന്നില്ല. ഓക്കെ, സോ അങ്ങനെ ആ ടോക്സിൻസ് ഫിൽട്ടർ ഔട്ട് ആവാത്തത് കൊണ്ട് അത് ബ്ലഡിലൂടെ ബ്രെയിനെ ബാധിച്ച് ബ്രെയിനിൻ്റെ ചില കണ്ടീഷൻസ് ലൈക്ക് കൺഫ്യൂഷൻ, ഡിസോറിയൻറ്റേഷൻ, അങ്ങനെയുള്ള മൂഡ് ചേഞ്ചസ് പോലെയുള്ള പ്രോബ്ലംസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം, ലിവർ ഡാമേജ് കൊണ്ട് ബ്രെയിൻ ഡാമേജ് ആകുന്നു. ലിവർ ഫെയിലിയറിൻ്റെ സമയത്ത് ലിവറിന് ഈ ടോക്സിൻസ് ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഈ ടോക്സിൻസ് ബ്ലഡിൽ ബിൽഡപ്പ് ആയി ബ്രെയിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നൗ ഈ ടോക്സിൻസ് ഫിൽട്ടർ ഔട്ട് ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞല്ലേ. സോ പ്രൈമറിലി, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അമോണിയ, ബ്ലഡിൽ നിന്നുള്ള അമോണിയയാണ് ഫിൽട്ടർ ഔട്ട് ചെയ്യാനായിട്ട് ലിവറിന് പറ്റാത്തത്. ഓക്കെ, നൗ ഈ അമോണിയ എന്ന് പറയുന്നത് ബ്രെയിൻ ടോക്സിക് ആയിട്ടുള്ളൊരു ടോക്സിനാണ്. ഓക്കെ, ബ്രെയിനെ ബാധിക്കുന്ന ഒരു ടോക്സിനാണ്. സോ അമോണിയയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ കോഗ്നിറ്റീവ് ഇമ്പയർമെൻറ്റ്, ലെഥാർജി, കോമ, പേഴ്സണാലിറ്റി ചേഞ്ചസ് ഇതൊക്കെ സംഭവിക്കാം. ഓക്കെ, സോ ലിവറിന് ഈ അമോണിയ ഒരു യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ ഈ അമോണിയ ബ്ലഡ് സ്ട്രീമിൽ അക്യുമുലേറ്റ് ആകുകയും അങ്ങനെ ബ്രെയിനെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അമോണിയ ബ്ലഡിൽ ബിൽഡപ്പ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രെയിനെ ഡാമേജ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് ദെൻ ഇത് ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി ആയിട്ട് കണക്ട് ചെയ്യുക. ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയിൽ എന്താ സംഭവിക്കുന്നത്, ഈ അമോണിയ ഫിൽട്ടർ ഔട്ട് ചെയ്യേണ്ടത് ലിവറാണ് അല്ലേ. സോ ഇവിടെ ലിവർ ഫെയിലിയർ ആണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ലിവറിന് ഈ അമോണിയനെ ഫിൽട്ടർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ബ്ലഡിൽ ഇത് അക്യുമുലേറ്റ് ആവുകയും എൻസെഫലോപ്പതി, ബ്രെയിൻ ഡാമേജ് ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നൗ ഈ ഒരു രീതിയിലാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എന്താണ് ഈ അമോണിയ അല്ലെങ്കിൽ എൻസെഫലോപ്പതി, ലിവർ, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പഠിക്കുക. അല്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ തിയറി പഠിക്കുന്ന സമയത്ത് ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യുകയോ ഒന്നും ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, നൗ ഇനി ഇവിടെ നമ്മുടെ ക്ലയൻറ്റ് എടുക്കുന്ന ഡ്രഗ് എന്ന് പറയുന്നത് ലാക്ടലോസ് ആണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലാക്ടലോസും ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിയും തമ്മിലുള്ള റിലേഷനാണ്. ലാക്ടലോസ് എന്ന് പറയുന്നത് നമ്മൾ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതിക്ക് കൊടുക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൈമറി ഡ്രഗാണ്. ഓക്കെ, ലാക്ടലോസ് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്നത് ഈ
അമോണിയമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓക്കെ അമോണിയയുടെ ഈ എക്സ്ക്രീഷൻ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഓക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അമോണിയനെ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയാണ് ഈ ലാക്ടോസ് ചെയ്യുന്നത്. ഓക്കെ സോ നമുക്ക് ഓൾറെഡി അറിയാം ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിയിൽ അമോണിയ ബിൽഡപ്പ് ആകുകയാണ് ബോഡിയിൽ അല്ലേ. അപ്പോൾ ലാക്ടോസ് എന്ത് ചെയ്യുന്നു, ഈ അമോണിയനെ എക്സ്ക്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രഗാണ്. ഓക്കെ സോ അതുകൊണ്ട് അമോണിയ ബോഡിയിൽ നിന്ന് എക്സ്ക്രീറ്റ് ആയി പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, അമോണിയ കൊണ്ട് എന്താണ് പ്രോബ്ലം, ബ്രെയിൻ ഡാമേജ് ആണ് അല്ലേ. അപ്പോൾ അമോണിയ എക്സ്ക്രീറ്റ് ആയി പോവാണ്, അമോണിയയുടെ ബിൽഡപ്പ് കുറയുമ്പോൾ ബ്രെയിനിൻ്റെ പ്രോഗ്രസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ മെൻ്റൽ സ്റ്റേറ്റസ് ആണ് ഇവിടെ ഇമ്പ്രൂവ് ആകുന്നത്. ഓക്കെ സോ ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാലേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഹെപ്പാറ്റിക് എൻസെഫലോപ്പതി സെപ്പറേറ്റ്ലി ലാക്ടോസ് സെപ്പറേറ്റ്ലി അങ്ങനെ ഇത് തമ്മിലൊരു കണക്ഷൻ ഇല്ലാതെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാതെ നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ തെറ്റിപ്പോവും. ഓക്കെ സോ മെൻ്റൽ സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഈ മെഡിക്കേഷൻ എഫക്റ്റീവ് ആണ് എന്നുള്ളത്. നൗ ലൂസർ കൺസിസ്റ്റൻസി ഓഫ് സ്റ്റൂൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ ലാക്ടലോസ് അതിനൊരു ലാക്സേറ്റീവിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് അല്ലേ. പക്ഷേ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി കുറയും. ഓക്കെ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് ലൂസ് ആകും ഈ ലാക്ടലോസ് കൊടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ മെഡിക്കേഷൻ അതായത് ഈ മെഡിക്കേഷൻ്റെ ഈ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റീവ്നെസ് ഈ ഒരു ലൂസ് സ്റ്റൂളിലൂടെ അല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് സെക്കൻഡ് ഓപ്ഷൻ വരാത്തത്. ലാക്ടലോസ് മാത്രം പഠിച്ചു വെക്കുന്ന ഒരു കാൻഡിഡേറ്റിന് ലാക്ടലോസ് ഒരു ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ടെന്നും സ്റ്റൂളിനെ അത് ലൂസ് ആക്കുന്നു എന്നും അറിയാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനും ഒന്നാമത്തെ ഓപ്ഷനും തമ്മിൽ കൺഫ്യൂഷൻ വരും. കാരണം ആ ഒരു കാൻഡിഡേറ്റ് ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിയുമായിട്ട് ഇത് കണക്ട് ചെയ്ത് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യുന്നില്ല. ഓക്കെ അതുകൊണ്ടാണ് ഫസ്റ്റും സെക്കൻഡ് ഓപ്ഷനും റോങ് ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലെങ്കിൽ അത് തമ്മിൽ കൺഫ്യൂഷൻ ആവുന്നത്. അപ്പം ഒന്നാമത്തെ ഓപ്ഷനോ രണ്ടാമത്തെ ഓപ്ഷനോ ചൂസ് ചെയ്യാനുള്ള സാധ്യത അവിടെ കൂടുതലാണ്. പക്ഷെ നമുക്ക് പ്രോപ്പറായിട്ട് ക്രിറ്റിക്കലി തിങ്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ, എങ്ങനെ ഇത് കണക്ട് ചെയ്യണം എന്ന് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കത് തെറ്റില്ല ആൻസർ. ഓക്കെ സോ ഒന്നുകൂടെ ഞാൻ പറയാം, ലാക്ടലോസിനൊരു ലാക്സേറ്റീവ് എഫക്റ്റ് ഉണ്ട്. സോ സ്റ്റൂളിൻ്റെ കൺസിസ്റ്റൻസി ലൂസ് ആകും ലാക്ടലോസ് എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ഈ ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിക്ക് നമ്മൾ ലാക്ടലോസ് കൊടുക്കുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അമോണിയയുടെ എക്സ്ക്രീഷൻ ആണ്. അങ്ങനെ അമോണിയ എക്സ്ക്രീറ്റ് ആയി കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്ത് അതായത് ബ്രെയിൻ്റെ ഡാമേജിനാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നത്. ഓക്കെ സോ അതുകൊണ്ടാണ് ഓപ്ഷൻ 1 ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. നോ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കുറയുക എന്ന് പറയുന്നത് നമുക്കറിയാം. അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ ഒക്കെ ഉണ്ടാകുന്നത് അസൈറ്റിസ് എന്നൊരു പ്രോബ്ലം കൊണ്ടാണ് അല്ലേ. ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി അസൈറ്റിസുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അസൈറ്റിസ് എന്ന കണ്ടീഷൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കുറയുക എന്ന് പറയുന്ന അസൈറ്റിസ് എന്ന കണ്ടീഷൻ്റെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷൻ ഒരു പ്രോഗ്രസ് ഉണ്ടായി നമുക്ക് പറയാം. ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിക്ക് പ്രോഗ്രഷൻ ഉണ്ടായി നമുക്ക് പറയാൻ പറ്റില്ല അബ്ഡോമിനൽ ഡിസ്റ്റൻഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ. സോ അങ്ങനെ നോക്കുമ്പോൾ അഗെയിൻ അതും വരില്ല. ഓക്കെ നൗ ഇൻക്രീസ്ഡ് പൊട്ടാഷ്യം ലെവൽ, സെറം പൊട്ടാഷ്യം ലെവൽ. ഓക്കെ സോ ഇതും പൊട്ടാഷ്യം സപ്ലിമെൻറ്റേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്, കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലേ. പൊട്ടാഷ്യം സപ്ലിമെൻറ്റേഷൻ നമ്മൾ കൊടുക്കണം. പക്ഷേ ലാക്ടലോസ് കൊണ്ട് പൊട്ടാഷ്യം ലെവൽ കൂടുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ സോ ലാക്ടലോസും പൊട്ടാഷ്യം ലെവലും തമ്മിൽ റിലേഷൻ ഒന്നുമില്ല. ലാക്ടലോസ് കൊണ്ട് പൊട്ടാഷ്യം ലെവൽ കൂടുന്നില്ല. സോ അതുകൊണ്ട് അത് എഫക്റ്റീവ്നെസ്സിനെ കാണിക്കാനുള്ളൊരു ഇൻഡിക്കേഷൻ അല്ല. സോ ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. ആ ഫസ്റ്റ് ഓപ്ഷനിലോട്ട് എത്താൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് തിയറി കുറേ പഠിക്കുന്നു, കുറേ മെഡിക്കേഷൻസ് സെപ്പറേറ്റ്ലി പഠിക്കുന്നു, ആൻഡ് കുറേ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ്ലി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടണം എന്നില്ല. നമ്മൾ പഠിക്കുമ്പം ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി എന്നൊരു കണ്ടീഷൻ പഠിക്കുമ്പോൾ അതിൽ ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി റിലേറ്റഡ് ആയിട്ട് എങ്ങനെയൊക്കെ എൻക്ലെക്സ് ആറിന് ക്വസ്റ്റ്യൻ വരാമോ അതൊക്കെ എടുത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ട് അപ്പോൾ ലാക്ടലോസ് എന്ന് വെച്ചിട്ടുള്ള ഈ ഒരു ഡ്രഗുമായിട്ട് ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തി എന്ന കണ്ടീഷനും വെച്ചിട്ട് എപ്പോഴും എൻക്ലെക്സ് ആറിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഓക്കെ സോ അങ്ങനെ അതറിയാമെങ്കിൽ നമ്മൾ അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ലാക്ടലോസും ഹെപ്പാറ്റിക് എൻസെഫലോപ്പത്തിയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ വന്നാലും ഇപ്പോൾ കേസ് സ്റ്റഡിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ഈ ഒരു രീതിയിൽ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ. ഓക്കെ നിങ്ങൾ തിയറി പഠിക്കുമ്പോൾ ഇങ്ങനെയാണോ പഠിക്കുന്നത്, ഇങ്ങനെയൊക്കെ എൻക്ലെക്സ് ആറിന് ചോദിക്കുന്ന ക്വസ്റ്റനുമായിട്ട് കണക്ട് ചെയ്തിട്ടാണോ പഠിക്കുന്നതെന്നൊക്കെ നോക്കുക. തിയറി എത്ര പഠിച്ചിട്ടും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തിയറി പഠിക്കുന്ന രീതി റോങ് ആയിരിക്കും. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആ ഒരു ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ കാണും. അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസറിലോട്ട് എത്തിക്കഴിയുമ്പം നമുക്ക് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ അങ്ങനെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും തിയറിയും കൂടെ ചേർത്ത് ഒരുമിച്ച് എങ്ങനെ ക്രിറ്റിക്കലി തിങ്ക് ചെയ്ത് ആൻസറിലോട്ട് എത്താം എന്നുള്ളൊരു ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.